കുറച്ച് തീ എഫക്റ്റുള്ള നക്ഷത്രങ്ങൾ വരച്ചാലോ? അപ്പോൾ സംഭവം എളുപ്പമാണ്. ഇതുപോലെ സ്റ്റാർ ഷേപ്പായിട്ട് ഒരു പേപ്പറിൽ കുറേ അധികം വരച്ചെടുക്കുക. എന്നിട്ട് ബാക്കി സ്പേസൊക്കെ നമ്മുടെ മാർക്കർ യൂസ് അല്ലെങ്കിൽ സ്കെച്ച് യൂസ് ചെയ്ത് ബ്ലാക്ക് കളർ തന്നെ വേണം അത് യൂസ് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഞാനൊരു പേപ്പറിൽ സ്റ്റാർ വരച്ചത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഷേപ്പിലാണ് ബാക്കി എല്ലാ സ്റ്റാർ ഇവിടെ വരച്ചിരിക്കുന്നത്. ഇനി അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സ്റ്റാറിൻ്റെ അകത്തൊക്കെ കളർ ഫില്ല് ചെയ്യുന്നതാണ്. നമ്മുടെ റെഡ്, ഓറഞ്ച്, യെല്ലോ അതിങ്ങനെ ലെയർ ആയിട്ട് എല്ലാ സ്റ്റാർസിലും നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നതൊക്കെ പോയിന്റ് ടിപ്പുള്ള സ്കെച്ചസ് ആണ്. അതാകുമ്പോൾ വരയ്ക്കാൻ ഭയങ്കര സുഖമാണ്. ഇത്രയും കൂടെ ആയപ്പോഴത്തേക്കും ഇച്ചിരി പവറും കുറച്ച് തീയൊക്കെ വരുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ലെന്ന് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി ഒരു മെറ്റാലിക് പെൻ ഉപയോഗിച്ച് നമ്മുടെ സ്റ്റാർസ് ഒക്കെ നമ്മൾ ചുറ്റും ഒന്ന് റൗണ്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ പോയിന്റ് ടിപ്പുള്ള മെറ്റാലിക് പെന്നാണ് യൂസ് ചെയ്തത്. സത്യം പറഞ്ഞാൽ അതിനേക്കാൾ നമ്മുടെ നോർമൽ മെറ്റാലിക് പെന്നാണ് നല്ലത്. കാരണം കുറച്ച് ഷാർപ്പായിട്ട് വരയ്ക്കാനുണ്ടല്ലോ. അപ്പോൾ അത് ഉപയോഗിച്ച് ബാക്കി എല്ലാ സൈഡും വരച്ച് കഴിഞ്ഞ് നല്ലൊരു ഔട്ട്ലൈൻ കിട്ടും. സ്റ്റാർസ് കാണാൻ നല്ല ഭംഗിയായിരിക്കും. എന്നിട്ട് ബാക്കിയുള്ള സ്പേസ്, അതായത് ബാക്കി ബ്ലാക്ക് കളറിൽ കാണുന്ന സ്പേസിലൊക്കെ നമ്മുടെ കലാവിരുന്ന് അങ്ങ് ചെയ്യുക. അതായത് ഇഷ്ടമുള്ള രീതിയിൽ അങ്ങനെ കുത്തിയും തിരുമ്മിയൊക്കെ വരച്ചു കൊടുക്കും. ഞാൻ ആ ലാസ്റ്റ് പോർഷൻ ഭയങ്കര എൻജോയ് ചെയ്ത് വരയ്ക്കുമായിരുന്നു. സത്യം പറഞ്ഞാൽ ആ സമയത്ത് ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയി. എല്ലാം വരച്ചു കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴാണ് ക്യാമറ ഓൺ ചെയ്തെന്ന് സത്യം ഞാൻ മനസ്സിലാക്കുന്നത് തന്നെ. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലേ? ഒന്നും ചെയ്യാനില്ല, എല്ലാം വരച്ചു കഴിഞ്ഞു. സംഭവം എളുപ്പമാണ്. നമ്മുടെ കലാവിരുന്നനുസരിച്ച് ആ ഭാഗം, നമ്മുടെ ഈ ബ്ലാക്ക് കളർ കാണുന്ന ഭാഗമൊക്കെ ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. നമ്മളിങ്ങനെ ഫില്ല് ചെയ്യുമ്പോഴത്തേക്കും ആ സ്റ്റാർസൊക്കെ കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വർക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.